ഭാസ്കർ കുറച്ചുനാൾ മുമ്പാണ് യാർഷയുടെ പരാതിയിൽ ഒരു മാധ്യമപ്രവർത്തകരെതിരെ കേസെടുക്കുന്നു. ഗൂഢാലോചന, ഏതാണ്ട് മാരകാപരാധം, കൊണ്ടുപിടിച്ച അന്വേഷണം. ലാസ്റ്റ് പോലീസ് തന്നെ പോയി കോടതി പറഞ്ഞു ഞങ്ങൾക്ക് തെളിവൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല, കേസ് തീർന്നേ. ഇവിടെ അധിക നാളായിട്ടില്ല, ഒരു എന്താണ് ആ നവകേരള ബസ്സിനെതിരെ ഷൂ എറിഞ്ഞ് ആ ഷൂ എറിയുടെ ആഘാതത്തിൽ ബസ് മറിഞ്ഞ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ നോക്കി എന്നൊക്കെയുള്ള വധശ്രമം, ഒരു മാധ്യമപ്രവർത്തകർക്ക് രണ്ടാമത്തെ കേസ്, മൂന്നാമത്തെ കേസ്, ഇപ്പോൾ റൂബിനെതിരെ കേസ്. ശ്രീ ജക്സ് പറയുന്നതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ സംശയിച്ചാൽ, ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ, ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്താൽ നിങ്ങളെ ഇത്തരത്തിൽ വ്യവഹാരക്കുരുക്കിൽപ്പെട്ട് അത് വിജയിച്ചാലും ഇല്ലെങ്കിലും വ്യവഹാരക്കുരുക്കിൽപ്പെടുത്തി ആക്രമിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ചുകൊണ്ട് പോയി വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടെങ്കിലും ഷഡ്ഡിപ്പുറത്ത് നിർത്തി നാണം കെടുത്തും. സർക്കാർ നൽകുന്ന സന്ദേശമല്ലേ CBN അസ്കർ? അത് ഏതെങ്കിലും CI ആണോ? ഹാഷ്മി, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക പരിരക്ഷയൊന്നും നിയമത്തിന്റെ പരിധിയിലില്ല. നിയമം പാലിക്കാനും എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വം. ഏതെങ്കിലും പരിരക്ഷ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പരിരക്ഷ ആരും ആഗ്രഹിക്കുന്നില്ല. പരിരക്ഷ വേണ്ട. സാധാരണ പൗരന്റെ നീതി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഹസ്കർ. സാധാരണ പൗരന്റെ നീതി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. റൂബിനെ പാതിരാത്രി പോയി വീട്ടിൽ പോയി കഴുത്തുകൊത്തി പിടിച്ചിറക്കാൻ അറസ്റ്റ് കൊടുക്കാതിരിക്കുന്നത് മര്യാദകേടല്ലേ? അത് ആരോടും ചെയ്യാവോ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഷഡ്ഡിപ്പുറത്ത് നിർന്ന മര്യാദകേടല്ലേ? ആരോടും ചെയ്യാവോ? മാധ്യമപ്രവർത്തനം വിട്. ആരെങ്കിലും അതിനെ ന്യായീകരിക്കുന്നു? ഒരു മനുഷ്യനോട് പോലും ചെയ്യരുത്. പണ്ട് UDF-ന്റെ ഭരണകാലത്ത് ലോക്കപ്പ് മുറികൾ മർദ്ദന മുറികളായി മാറിയിരുന്നതും ഇന്നും ആ ലോക്കപ്പിന്റെ മുറികളിലെ ഇപ്പോഴും ചോരപ്പാടുകളുണ്ട് UDF ഭരണകാലത്ത്. പക്ഷേ LDF-ന്റെ രാഷ്ട്രീയ നയം, പോലീസ് നയം ഇതല്ല, ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥനെ നിങ്ങൾ ഈ പറഞ്ഞല്ലോ, പന്തീരങ്കാവും ആലുവൊക്കെ, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരാരും ഇപ്പോഴും ആ യൂണിഫോം അണിയാൻ അവസരം ഉണ്ടായിട്ടില്ല. ഇവരെ ആരെയും ലോക്കൽ പോലീസിൽ ഇരുത്തുന്ന അല്ലെങ്കിൽ LDF എടുക്കാറില്ലെന്നേ. നിങ്ങൾ കണക്കെടുത്ത് നോക്ക്. ചുമ്മാ വെറുതെ കള്ളം പറയല്ലേ, അവാസ്തവം പറയല്ലേ? മുഫീദ പർവീന്റെ സുധീറിന്റെ കാര്യമാണോ? 6 മാസം കൃത്യം കഴിഞ്ഞ് അദ്ദേഹം അധികാരത്തിലേക്ക് തിരിച്ചെത്തി. ഇപ്പൊ ഏതോ അർത്തുങ്കല്ലോ എവിടെ സ്റ്റേഷൻ ഓഫീസറാ. പിന്നെയും ചുമ്മാ പറഞ്ഞു പോകും. നിയമത്തിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നതല്ലേ താങ്കൾ പറയുന്നത്? പിന്നെ യൂണിഫോം ഇട്ടില്ലെന്നാണ് നമ്മൾ നേരത്തെ തുടങ്ങിയത്. എവിടെ വെച്ചാ ഏതൊരു പൗരനും തുല്യമായി നിയമത്തിൽ തുല്യതയുണ്ട് എന്ന് പറയുമ്പോ നിയമത്തിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നതിനപ്പുറം ചെയ്യാൻ പറ്റുമോ? 6 മാസത്തിലധികം സസ്പെൻഡ് ചെയ്ത് താങ്കളാ പറഞ്ഞത്. പിന്നെ യൂണിഫോം ഇട്ടിട്ടേ ഇല്ലാന്ന്. യൂണിഫോം അന്തസ്സായിട്ട് ജോലി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? ഏതെങ്കിലും ലോക്കൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്നേ. അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ SHO ആണ് ഞാൻ അന്വേഷിക്കുന്ന സമയത്ത്. ഇപ്പൊ എവിടെ എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷനിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ SHO ആയിരുന്നു ഈ അടുത്ത കാലത്ത് വരെ. ഇപ്പൊ എവിടെ എനിക്കറിയില്ല. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു തരത്തിലും പന്തീരങ്കാവ് പോലീസിലെ SHOക്ക് ഇപ്പൊ എന്താ സംഭവിച്ചേ? 6 മാസം വീട്ടിലിരിക്കും, 6 മാസം വ്യായാമം ചെയ്ത് ഭാര്യയ്ക്കൊപ്പം നന്നായി കറങ്ങി വിനോദയാത്ര കഴിയും. 6 മാസം കഴിയുമ്പോൾ വീടിനടുത്ത പോലീസ് സ്റ്റേഷനിൽ അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കും. അതാ സംഭവിക്കാൻ പോന്നെ. ഒരു ചുക്കും അല്ല നടക്കില്ലെന്ന് അസ്കറെ, നമ്മൾ കാണുന്നതല്ലേ ഇത്. അശ്മി, അങ്ങനെ ആനുകൂല്യങ്ങളൊന്നും ചെയ്യുന്നതല്ല ഇടതുപക്ഷത്തിന്റെ നയം. അങ്ങനെ നിങ്ങൾ പറഞ്ഞു അങ്ങനെ ആനുകൂല്യം നൽകുന്നതാണ് എന്ന് കരുതണ്ട. ഈ തരത്തിൽ കുറ്റകൃത്യങ്ങൾ കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ, ജനങ്ങളോട് മര്യാദയ്ക്ക് ഇടപെടാത്ത ഉദ്യോഗസ്ഥന്മാരെ, ആ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തുന്നതിന് ഇടതുപക്ഷത്തിന് അറിയാം, CPM-ന് അറിയാം. അങ്ങനെ ചങ്കുറപ്പുള്ള ഒരു നേതാവ് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. ഇങ്ങനെ ഈ ഗവൺമെന്റിനെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ആഭ്യന്തര വകുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അങ്ങനെ ഒറ്റ തിരിഞ്ഞ് ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട്. അവരെ ഒക്കെ നിലയ്ക്ക് നിർത്തുന്നതിനുള്ള കാര്യങ്ങൾ അറിയാന്നേ. അതുകൊണ്ടാണല്ലോ 97 ഉദ്യോഗസ്ഥന്മാർ ഈ ഗവൺമെന്റ് പിരിച്ചുവിട്ടത്. UDF-ന്റെ